നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റീൻ്റെ തന്നെ ഭാഗമാണ്. കാരണം ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ നേരിടുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റീൻ്റെ തന്നെ റിഫ്ലക്ഷൻസാണ്. അപ്പോൾ കാര്യങ്ങൾ നേരിടുക വഴിയാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ പൂർത്തിയാക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഒളിച്ചോടുകയാണെങ്കിലോ നമുക്ക് എപ്പോഴും ഒരു അപൂർണത അനുഭവപ്പെടും. നമ്മൾ പല ആളുകളും വലിയ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അവരുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നേരിടാതെ ഒളിച്ചോടും. ഇപ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ കഴിവുകൾ അവർ തിരിച്ചറിയുന്നില്ല, അവരുടെ കഴിവുകൾ ഒരു പൂർണ്ണതയിലെത്തുന്നില്ല. കാരണം അവർ ആ കംഫർട്ട് സോണിൽ തന്നെ കഴിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളായി തീർന്നു. നമ്മൾ ഈ പ്രസംഗ പരിശീലനത്തിലൊക്കെ കണ്ണാടി നോക്കി അവരവരെ മുഖം കണ്ടുകൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പറയും. പല ആളുകൾക്കും വലിയ പ്രയാസമാണ് തങ്ങളുടെ മുഖം സ്വയം കാണാനും സ്വന്തം ശബ്ദം കേൾക്കുമ്പോഴൊക്കെ തുടക്കത്തിൽ വലിയ പ്രയാസമാണ്. പക്ഷേ അങ്ങനെ ശീലിച്ചെങ്കിൽ മാത്രമേ അതൊക്കെ എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ സ്കില്ല് എന്ന് പറയുന്നത് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഫേസ് ചെയ്യുക. മുമ്പൊരിക്കലും ഒരു കാട്ടിൽ ഒരു പുലി പ്രസവിക്കുകയാണ്. പക്ഷേ യാദൃച്ഛികമായി എന്തോ കാരണവശാൽ ഈ അമ്മയും കുഞ്ഞും വേർപെടുകയാണ്. അങ്ങനെ ഈ പുലി കുഞ്ഞ് പിന്നീട് വളരുന്നത് ആട്ടിൻപറ്റത്തിൻ്റെ കൂടെയാണ്. അങ്ങനെ പുലിയാണെന്നുള്ള തിരിച്ചറിവില്ല, ഇത് സ്വയം കരുതിയിരിക്കുന്നത് ഞാൻ ആടാണെന്നാണ്. അങ്ങനെ പുല്ലൊക്കെ തിന്ന് അങ്ങനെ വളർന്ന് വലുതായി. പലപ്പോഴും ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് ഇതറിഞ്ഞിട്ടില്ല. മറ്റുള്ള ആടുകളൊക്കെ ആർത്തുല്ലസിക്കുമ്പം ഇതിനൊന്നും മനസ്സിലാവുന്നില്ല, അവരൊക്കെ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്. പുല്ല് ഇത് വളരെ ഇഷ്ടപ്പെടാതെയാണ്, മറ്റുള്ള ആടുകളൊക്കെ ഇഷ്ടത്തോടെ പുല്ല് കഴിക്കുമ്പം ഇത് തീരെ ഇഷ്ടമില്ലാതെയാണ് പുല്ലൊക്കെ തിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആകെ മൊത്തം ജീവിതം ശോകമായി കഴിയവേ മറ്റൊരു പുലി ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിലുള്ള ഈ പുലിയെ കാണുകയാണ്. അങ്ങനെ അത്ഭുതം തോന്നി, എങ്ങനെ ഇത്രയും ആടുകൾക്കിടയിലൊരു പുലി, ആടുകൾക്ക് യാതൊരു ഭാവമാറ്റവുമില്ല, ഈ പുലിയെ കാണുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നതൊക്കെ തോന്നി. എങ്ങനെയെങ്കിലും ഈ പുലിയെ തനിയെ ആക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അടുക്കും തോറും ആട്ടിൻപറ്റത്തിൻ്റെ കൂടെ ഈ പുലിയും ഓടുകയാണ്. കാരണം അതാണ് കുട്ടിക്കാലം മുതലേ ഇത് ശീലിച്ചത്. ഒരു വിധം എങ്ങനെയല്ലോ ഈ പുലിയെ ഒരു സൈഡിലാക്കി കാര്യങ്ങൾ സംസാരിച്ചു. എത്ര പറഞ്ഞിട്ടും നീ പുലിയാണെന്നോ, നീ ആട്ടിൻപറ്റത്തിൻ്റെ കൂടെ കഴിയേണ്ടതല്ലെന്നോ, നീ വേട്ടയാടിയും ഇരപിടിച്ചും അങ്ങനെ കാട്ടിലെ രാജാവിനെ പോലെ കഴിയേണ്ടവനാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഈ പുലിക്ക് ബോധ്യപ്പെടുന്നില്ല. അങ്ങനെ ഈ പുലിയെ ഒരു പുഴക്കരയിലേക്ക് കൂട്ടിച്ചെല്ലുകയാണ്. അങ്ങനെ പുഴക്കരയിലേക്ക് കൂട്ടിച്ചെന്നുകൊണ്ട് വളരെ ശാന്തമായി ഉള്ള ആ വെള്ളത്തിലേക്ക് ഇതിൻ്റെ മുഖം ഒന്ന് സ്വയം നോക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് അപ്പോഴാണ് ഈ പുലി തിരിച്ചറിയുന്നത്, ഞാൻ ആടിനെ പോലെയല്ല, ഈ വന്നിരിക്കുന്ന എൻ്റെ പുതിയ കൂട്ടുകാരനെ പോലെയാണ് എന്നെയും കാണാനെന്ന്. അപ്പം ആ നിമിഷം മുതൽ വിശ്വാസം വരികയാണ്. അങ്ങനെ ഈ പുലിയുടെ കൂടെ ചെന്ന് പിന്നീട് അങ്ങോട്ട് പുലിയായിട്ട് ജീവിക്കുകയാണ്. പിന്നീട് അവൻ്റെ ജീവിതം മാറി മറിഞ്ഞു.